ഇന്നിപ്പോൾ ജൂൺ 2-ാം തീയതിയാണ്, തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ലോകമെമ്പാടും ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. പരീക്ഷ എഴുതുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, നോക്കുന്നവരെ, കർത്താവരുടെ മനസ്സിന് പ്രഭാരമില്ലാതെ ലളിതമായി അവർ സന്തോഷത്തോടെ ഇരിക്കാനും ഉന്നതമായ വിജയം കൈവരിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂടുന്നവർക്കെല്ലാം കർത്താവിൻ്റെ സമാധാനം അവകാശമാകുകയും ഓഹരിയാകുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വീശ്വരൻ നയിക്കുവാമേ. ഇന്നലെ നമ്മൾ എന്താ പറഞ്ഞത്? ഇന്നലെ നമ്മൾ പറഞ്ഞത് അറിവാണ് ആത്മവിശ്വാസം നമുക്ക് നൽകണത്, അടിത്തറ. ആത്മവിശ്വാസമാണ് നമുക്ക് ആത്മധൈര്യം നൽകണത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ലീഡേഴ്സിനുണ്ടായിരുന്നത് എന്താണ്?
അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവാണെന്ന് പറഞ്ഞു. അത് എനിക്ക് ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, എത്ര പുറപ്പാട് 33:17 പറഞ്ഞില്ലേ ഇന്നലെ. എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരാളാണ് പുതിയ നിയമത്തെ ലീഡർ. ആര്? പത്രോസ്. പത്രോസിൻ്റെ എങ്ങനെയാണ്? പത്രോസിനെ ഉദ്യമങ്ങൾ കർത്താവ് മിഷൻ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? എനിക്ക് നിന്നെ അറിയാം എന്നുള്ള ഒരു പോയിന്റിലേക്ക് പതുക്കെ പത്രോസിനെ കൊണ്ടുപോകണുണ്ട്. എന്താണ്? യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? 1-ാം വട്ടം ചോദിച്ചു, 2-ാം വട്ടം ചോദിച്ചു, 3-ാം വട്ടം ചോദിച്ചിട്ട് ഈ മുനമ്പിലെത്തിക്കും. എങ്ങനെയാണ്? അപ്പോൾ പത്രോസ് പറയും, കർത്താവേ, അങ്ങയ്ക്ക് എല്ലാം അറിയാം. അതായത് പത്രോസിനെക്കുറിച്ച്, മോസസിനെക്കുറിച്ച് ദൈവം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പം പത്രോസിനെക്കുറിച്ചും പറയണത്. യോഹന്നാൻ 21:17 അവൻ 3-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. അതായത് നീ എല്ലാം അറിയുന്ന വെച്ചാൽ ഈശോയ്ക്കും പത്രോസിനും മാത്രം അറിയാവുന്ന പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു എല്ലാം ഉണ്ട്, മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ലാതിരുന്നത്. ഇതുതന്നെയാണ് നീ എൻ്റെ ചെമ്മരിയാടുകളെ മേയ്ക്കുക, നീ എൻ്റെ കോലാടുകളെ മേയ്ക്കുക, പിന്നെ അധികാരം കൊടുക്കാൻ കാരണം. മോസസിനും അത് തന്നെയാണ് അധികാരം കിട്ടാൻ കാര്യം. എന്താണ്? ആ 33:17 എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അപ്പോഴേ ദൈവത്തിന് വേണ്ടി മാത്രം വേറെ മനുഷ്യൻ്റെ ഒരു പ്രീതിയുമില്ലാതെ, അതുകൊണ്ട് മനുഷ്യൻ്റെ ഒരിക്കലും നമുക്കൊന്നും കിട്ടത്തില്ല. ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ ചെയ്തത്. മത്തായി 6:6 എടുത്തേ. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇനി ഇതുപോലെ തന്നെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അതാണ് നമ്മുടെ സബ്ജക്റ്റ്. അതായത് 6:3-4 നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ചില കാര്യങ്ങളൊക്കെ ആൾക്ക് മറ്റുള്ള അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോണ്ടേ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തണില്ലേ, കുഞ്ഞുങ്ങൾക്ക് 3 വയസ്സ് വരെ അമ്മ എന്തുമാത്രം അവരെ പനിയാഴ് കിടന്നോ, ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നോ, പിള്ളേർക്ക് വല്ലതും അറിയാവാ? നമ്മളിങ്ങനെ എപ്പോഴും പിള്ളേർ പറയും, നീ 3 വയസ്സ് വരെ നീക്ക് ഇന്നെ കിട്ടുവാന്ന് പോലും പേടിയായിരുന്നു മനുഷ്യന്. ഞാൻ ദിവസങ്ങളോളം ഉറക്കം തന്നിട്ടുണ്ട്. ഈ പാട്ടൊന്നും ഇനി പാടേണ്ട കാര്യമില്ല. പാട്ടിൻ്റെ കാര്യമില്ല. അവരെ അറിയത്തില്ലല്ലോ. അവർക്ക് അറിയാത്ത കാലത്ത് നീ അവർക്ക് വേണ്ടി ചെയ്തതല്ലേ. അത് ദൈവത്തിന് വേണ്ടിയായിട്ട് വരവഹിച്ചാൽ മതി. അപ്പോൾ നീയും ദൈവവും തമ്മിൽ ഒരു രഹസ്യ ദിനമുണ്ടായിരുന്നു. കർത്താവേ, ആ കാര്യങ്ങളെല്ലാം നിൻ്റെ നാമത്തെ മഹത്വത്തിനായി നീ കാഴ്ചവെക്കണമെന്ന് പറയണം. അങ്ങനെ ആസ്തി പദ്ധതി വർദ്ധിപ്പിക്കും.